ഹലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ എന്റെ റെമഡി എന്ന് പറയുന്നത് ഉലുവയും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതിൽ ജാസ്തി യൂസ് ചെയ്യുന്ന ഫേസ് മാസ്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എൻ്റെ ഫേസ് ഇപ്പോഴും ഭയങ്കര ഡള്ളാണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് സ്ലീപ്പ് കറക്റ്റ് ആവുന്നില്ല, എനിക്കൊരു ബേബി ഉള്ള കാരണം, പിന്നെ അതുപോലെ തന്നെ ടാൻ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കൊണ്ടും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫേസ് മാസ്ക് എൻ്റെ സ്കിന്നിൽ എത്രത്തോളം വർക്കാവുമെന്ന് നോക്കാം. പിന്നെ ഈ ഫേസ് മാസ്കിന് ആവശ്യമായിട്ടുള്ളത് ഉലുവ, പാല്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഉലുവ പാലിൽ സോക്ക് ചെയ്ത് വെച്ചു ഒരു 2 മണിക്കൂറോളം. എന്നിട്ടാണ് ഞാനത് അരച്ചെടുത്തത്. നമ്മളിത് അരയ്ക്കുമ്പോൾ വീണ്ടും പാൽ ആഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫേസ് മാസ്ക് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് കുറേ പേര് യൂസ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഫേസ് മാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ട്രൈ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കുറേ പേര് യൂസ് ചെയ്തിട്ട് നോ ഇഷ്യൂസ്, നോ അലർജീസ്. കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയോണ്ട് നമുക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടതുകൊണ്ട് നമുക്കൊരു കല്യാണത്തിന്റെ തലേന്നായാലും, കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് ആണെങ്കിൽ കേട്ടോ, ബ്രൈഡ്സിനല്ല, ഗസ്റ്റ് ആണെങ്കിൽ നമുക്ക് കല്യാണ തലേന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിറ്റേന്ന് നമുക്കൊന്ന് നല്ലൊരു ഗ്ലോയി ലുക്കിൽ പോകാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ മേക്കപ്പ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ, ഡൾനെസ് ഇതൊക്കെ മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ഒരു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ എത്രയൊക്കെ മേക്കപ്പ് ഇട്ട് ഇതാക്കിയാലും ഫുള്ളായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫേസ് മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൗഡറുകളില്ലേ ഫേസ് മാസ്കിന്റെ, അത് ഉപയോഗിച്ചിട്ടോ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പും അതേപോലെ തന്നെ ഒന്ന് ഒരു ഡൾനെസ് ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പം നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയണ്ടേ. ആദ്യം തന്നെ ഞാൻ പോയിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യണം. എന്നുവെച്ചാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്താലാണ് നമ്മൾ ഏത് ഫേസ് മാസ്ക് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴായാലും ഏതൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് മുന്നായിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് വന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുണ്ടാവും എൻ്റെ മുഖത്ത് ഞാൻ ഇട്ടിരുന്ന എല്ലാ മേക്കപ്പും റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉലുവയും പാലുമാണ്. ഇത് നമ്മൾ ഉലുവ അരയ്ക്കുമ്പോൾ എത്രയൊക്കെ പാല് ചേർത്താലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും ഭയങ്കര തിക്കാവും. വീണ്ടും വീണ്ടും എത്രയോ പാല് ചേർക്കേണ്ട ഒന്നും ശരിക്കും ഇതിൽ കുറേ പാല് ചേർത്തു കേട്ടോ ഞാൻ. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പാല് ചേർത്താലും 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് തിക്കാവാണ്. അപ്പോൾ എത്ര ചേർത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഈ തിക്കായിട്ട് പേസ്റ്റ്. നമ്മൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മുടെ മുഖത്തും കഴുത്തിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യണം. കുറച്ച് തിക്ക് പേസ്റ്റ് ആണ്, പിന്നെ തിക്ക് പേസ്റ്റ് ആണ് നല്ലത്. അപ്പോഴാണ് നമുക്കൊരു നമ്മുടെ മുഖത്ത് കുറച്ച് നേരം നിൽക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കണം നല്ലത്. കുറച്ച് നേരം നമ്മുടെ മുഖത്ത് നിന്നാലല്ലേ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾ ഒക്കെ പോയാലാണ് നമ്മുടെ മുഖത്തിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതേ വന്നതല്ല നമ്മുടെ ലൈഫിലേക്ക്. പഴയ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പോകണം. അപ്പൊ ഞാനിത് ഉണങ്ങിയതിന് ശേഷം കാണിക്കാട്ടോ. ഞാൻ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ ഇത്. ഉലുവ നല്ലോണം ഞാൻ കുറെ പാലൊഴിച്ച് മിക്സ് ചെയ്തതാണ്, പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരികയാണ് ഈ പേസ്റ്റ്. പെട്ടെന്ന് തന്നെ ഈ പാലിനെ ഈ ഉലുവ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിറയെ പാലൊഴിച്ച് മിക്സ് ചെയ്യാട്ടോ. ഇപ്പൊ കഴിച്ച് നോക്കൂ, നല്ലോണം ആ മാസ്ക് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അധികം ഡ്രൈ ആവാനും വിടണ്ട. ഇപ്പൊ ഏകദേശം കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കതൊന്ന് കഴുകി കളയാം. ഒരു 10-15 മിനിറ്റോളം ആയി ഞാൻ മുഖത്തിട്ടിട്ട്. മുഖത്തും കഴുത്തിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് വരാം. കഴുകിയിട്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കി നോക്കാം. നനഞ്ഞ ക്ലോത്ത് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം. ഇത് തേച്ചവർക്ക് മാത്രം നല്ല റിസൾട്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് അല്ലേ? എന്റെ മുഖത്ത് നല്ലോണം ഡാർക്ക് സർക്കിൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുഖത്ത് വർക്കാവാൻ കുറച്ച് നാൾ പിടിക്കും. എന്നാലും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ ഒരു 10-15 മിനിറ്റിൽ ഇട്ടതിലൂടെ ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ ഈ മാസ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോസ് ഒരുമിച്ച് കാണിക്കാം കേട്ടോ. ഒന്ന് പോയി കഴുകിയിട്ട് വരാം. ഇപ്പൊ ഗൈസ് ഞാൻ തുടച്ചിട്ട് പോവാത്ത കാരണം ഞാനൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം സ്കിന്നൊന്ന് ലൈറ്റൻ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസിന്റെ അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പെട്ടെന്നൊന്നും മാറില്ല. നമ്മൾ എത്രയൊക്കെ നമ്മൾ എത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മാസ്ക് ആയാലും ഒരു വട്ടം ഇട്ടാലൊന്നും നമ്മുടെ ഡാർക്ക് സർക്കിൾസിനൊന്നും ഒരു അനക്കവും സംഭവിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾ ഒന്നും ഇല്ലാത്തവർക്ക് ഇതിനേക്കാൾ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും എന്തായാലും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനി ഇതുപോലുള്ള വീഡിയോസിനായി ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.